മൂന്നാർ രണ്ടാം മൈലിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി പ്രവർത്തനം തുടരുന്ന അമ്പാടി എസ്റ്റേറ്റ് റിസോർട്ടിനെതിരെ ജനകീയ സമരം ശക്തമാകുന്നു. അമ്മമാരും കുട്ടികളും നാട്ടുകാരും ഉൾപ്പെട്ട സമരം 54 ദിവസം പിന്നിട്ടിട്ടും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അതേസമയം സമരക്കാരുടെ വീടിന് നേരെ ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുകയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയുമാണ് റിസോർട്ട് ഉടമ. ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടരുന്ന അമ്പാടി എസ്റ്റേറ്റ് റിസോർട്ട് ഉടമ ജനകീയ പ്രതിഷേധത്തെ ഇല്ലായ്മ ചെയ്യാൻ സ്വീകരിച്ച മാർഗങ്ങളിലൊന്ന് കാണുക. സമരമുഖത്തുള്ള സമീപവാസികളുടെ വീടുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന 10ഓളം ക്യാമറകൾ വനത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. തങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ കൂടിയാണ് ഇവർ കഴിഞ്ഞ 54 ദിവസമായി സമരം തുടരുന്നത്. ഞങ്ങളുടെ പിള്ളേർക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരു ആശുപത്രി കാര്യങ്ങൾക്ക് പോകാനും ഒക്കെ പറ്റത്തില്ല. എന്ത് സാധനം കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് ആട്ടുവഴിയാണ് വരുന്നത്. അമ്പാടി എസ്റ്റേറ്റിൻ്റെ ഉടമ കാണിക്കുന്നത് വെറും നിഷേധപരമായ നിലപാടാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ എന്തായാലും ഈ സമരമായി, ഈ വഴിപ്രശ്നം തീരുന്നവരെ സമരമായി തന്നെ മുമ്പോട്ട് പോകും. വീടുകൾക്ക് മുന്നിൽ മതിൽ കെട്ടിയും കരിങ്കല്ലുകൾ കൊണ്ടിട്ടും തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതും ഇവിടെ കാണാം. സമരക്കാർക്കെതിരെ പോലീസിൽ നിരവധി പരാതികളാണ് ഉടമ നൽകിയിരിക്കുന്നത്. ഇവരെ റിസോർട്ട് ഭൂമിയിൽ പ്രവേശിപ്പിക്കരുതെന്ന കോടതി ഉത്തരവും ഉടമ സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ പരാതി ചെവിക്കൊള്ളാൻ ആരുമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നമ്മൾ അവർക്കെതിരെ കൊടുത്തിട്ടുള്ള ഒരു കേസുകൾ പോലും ഇവിടുത്തെ അധികാരികൾ അത് കേസെടുക്കാനോ അതിനെതിരെ ഒരു അന്വേഷണ നടപടികൾ സ്വീകരിക്കാനോ ഒന്നിനും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ റിസോർട്ട് ഉടമ കയ്യേറിയ പൊതുവഴിയിലൂടെയല്ലാതെ ഇവർക്ക് വീടുകളിലേക്ക് പോകാനാകില്ല. അതായത് വീട്ടിൽ പോയാൽ കോടതിയലക്ഷ്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമെന്ന് സാരം. കഴിഞ്ഞ 54 ദിവസമായി റിസോർട്ടിന് മുന്നിൽ നാട്ടുകാർ നടത്തിവരുന്ന സമരത്തെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രദേശവാസികളുടെ സ്വകാര്യതയിലേക്ക് പോലും കടന്നുകയറിക്കൊണ്ടുള്ള ഉടമയുടെ നിലപാടുകൾക്കെതിരെ ഇപ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ല. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.